അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ആരും സ്നേഹസലാം. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ സർജറി കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പരിഹസിച്ചിട്ടുണ്ടായിരുന്നു, കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല, ജാസി സ്ത്രീവേഷം കെട്ടി നടക്കേ ചെയ്യുള്ളൂ എന്നൊക്കെ. ഇതിന് വലിയൊരു തെളിവ് എനിക്കിനി പറയാനില്ല. ഞാൻ ഒരു സ്ത്രീയായി മാറിയതിൽ സംശയമൊന്നുമില്ലല്ലേ? ഞാൻ പറഞ്ഞത് റിയാലിറ്റിയാ, കേട്ടിട്ടില്ലേ? റിയാലിറ്റി. ഈ കളിയാക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരെയും എല്ലാവരും നാക്കിൻ്റെ വാളിനേക്കാൾ മൂർച്ച ഒരിക്കലും ഡോക്ടർ എൻ്റെ മേത്ത് വെച്ച് കത്തിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇതിന് വലിയൊരു തെളിവ് എനിക്ക് നിങ്ങളോട് ഇനി പറയാനില്ല. ഞാനൊരു സ്ത്രീയാണ് എന്ന് ഇനി പോവാൻ ഞാൻ എൻ്റെ കയ്യിൽ ഒരു തെളിവും ഇല്ല. കാരണം ഞാനൊരു സ്ത്രീയായി മാറിക്കഴിഞ്ഞു. സൗമ്യമായി സംസാരിക്കൂ മാത്തുക്കുട്ടി. ഇനി ആരും സൂത്രം കാണിച്ചാ. ഈ ഒരു വീഡിയോ ഇതില് തകർത്ത് അഭിനയിക്കുന്ന ജാസിയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുള്ളത്. എന്ത് സർജറിയാണ് കഴിഞ്ഞത്? എന്റെ പൊന്നു താത്ത, ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരാൾ സ്ത്രീയാവുന്നത്? നിങ്ങള് ആ സർജറി അല്ലേ കഴിഞ്ഞത്? എല്ലാവരുടെയും അറിവിലേക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം. ജാസി എന്ന് പറയുന്ന വ്യക്തിയുടെ ഡൗൺ സർജറി അല്ല കഴിഞ്ഞത്, ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ് കഴിഞ്ഞിട്ടുള്ളത്. അതിനാണ് ഇങ്ങനെ എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ യൂറിൻ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തതേ ഉള്ളൂ. ഇപ്പോ അത്രമേൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഞാനൊരു സ്ത്രീ ആവണമെന്ന്. കാരണം ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഞാനൊരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്ന രീതിയിലുള്ള സർജറികൾ ഞാൻ ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. ചെന്നൈ മെഡിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്, കൊച്ചിയിലാണെന്ന് തോന്നുന്നു. അവിടെയാണ് നിങ്ങൾ സർജറി ചെയ്തിട്ടുള്ളത്. ഓക്കെ, അവിടെ എനിക്ക് തോന്നുന്നു 2021 അനന്യ ചേച്ചി, കാരണം ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ടായ ആൾക്കാരാണ്. അനന്യ ചേച്ചിന്റെ ഡെത്തോട് കൂടിയിട്ട് ഗവൺമെന്റ് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. എന്തെന്ന് അവിടെ ഇനി വെജൈനോപ്ലാസ്റ്റിയും അതുപോലെ തന്നെ മെറ്റഡോപ്ലാസ്റ്റി, അതെനിക്ക് ഓർമ്മയിൽ നിൽക്കാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുള്ളത്. അത് ബാൻഡ് ആണ്. ഈ റിനൈ സിറ്റി മെഡിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിന്റെ അകത്ത് ഈ പറയുന്ന ഡൗൺ സർജറി ബാൻഡ് ആണ്, അവിടെ നടക്കുന്നില്ല. 2021 മുതൽ ഇങ്ങോട്ടേക്ക് നടക്കുന്നില്ല. എന്തോ നടാ ഇത്, മനുഷ്യരെ പറ്റിച്ചത് പോരെ. ഇതാരെയാണ് ഫൂളാക്കാൻ നോക്കണത്? എന്നെ നിന്റെ അപ്പാപ്പനെ വിറ്റ കാശ് എന്റെ ഭാവിയിൽ മണ്ണിടാനല്ല, ഇവൻ ഈ കരക്കാരുടെ കണ്ണിൽ മണ്ണൊഴിച്ച് കത്തിക്കാതിരിക്കാനാണ് ഞാൻ വന്നത്. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ക്യാമറ